ഹായ് ഹലോ എവരി വൺ വെൽക്കം ടു സൈലം SSC ആൻഡ് RRB. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് RRB ഗ്രൂപ്പ് ഡിയുടെ എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് വേക്കൻസികളാണ് നമ്മൾ ഇത്തവണ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇന്നലെ വെസ്റ്റേൺ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ടീസ് പ്രകാരം ഇത്തവണത്തെ ഓൾ ഇന്ത്യ വേക്കൻസി എന്ന് പറയുന്നത് 32,438 വേക്കൻസിയോളമാണ്. എന്താണ് ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ബ്രീഫായിട്ട് നോക്കാം. സോ ഇതാണ് ആ നോട്ടീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം OIRMS എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ട്, ഓൺലൈൻ ഇന്റഗ്രേറ്റഡ് റിക്രൂട്ട്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോണൽ റെയിൽവേസും പ്രൊഡക്ഷൻ യൂണിറ്റുകളും RRBകളും അവരവരുടെ വേക്കൻസികൾ ഈ പോർട്ടലിലേക്ക് ആഡ് ചെയ്യപ്പെടും. അതിൽ നിന്നാണ് ഓരോ വർഷവും എത്രത്തോളം വേക്കൻസികളിലേക്ക് എക്സാം നടത്തണം അല്ലെങ്കിൽ എത്രത്തോളം വേക്കൻസികൾ ഫില്ല് ചെയ്യണമെന്ന് ബോർഡ് തീരുമാനിക്കുന്നത്. അത് പ്രകാരമാണ് നമുക്ക് അസിസ്റ്റന്റ് ഇൻ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കാറ്റഗറി, ഇത് വെസ്റ്റേൺ റെയിൽവേയുടെ മാത്രമാണ് പറയുന്നത്. അതിലേക്ക് ആകെ നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആകെ പോർട്ടലിൽ അവൈലബിൾ ആയിട്ടുള്ളത് 1824 വേക്കൻസികളാണ്. അതിലേക്ക് ഇത്തവണ ഫില്ല് ചെയ്യപ്പെടുന്നത് വെറും 442 വേക്കൻസികൾ മാത്രമാണ് ഈ ഒരു ഗ്രൂപ്പ് ഡി എക്സാം വഴി ഫില്ല് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ എല്ലാ കാറ്റഗറികളും എടുത്താൽ അസിസ്റ്റന്റ് ഇൻ വർക്ക്ഷോപ്പ് എടുത്താൽ 1567 വേക്കൻസികൾ ഉണ്ടായിട്ടും 294 വേക്കൻസികൾ മാത്രമാണ് ഇവിടെ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ 442 എന്ന് പറയുന്നത് 1824 വെറും 4/1 അല്ലെങ്കിൽ 25% വേക്കൻസികൾ മാത്രമാണ് ഇത്തവണ ഗ്രൂപ്പ് ഡി എക്സാം വഴി ഫില്ല് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാ, വെസ്റ്റേൺ റെയിൽവേയുടെ എല്ലാ കാറ്റഗറിയിലെയും എല്ലാ വേക്കൻസികളും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത് 18,785 വേക്കൻസികൾ അവൈലബിൾ ആയിട്ടും ആകെ ഇതിൽ ഫില്ല് ചെയ്യപ്പെടുന്നത് 4,672 വേക്കൻസികളാണ് വെസ്റ്റേൺ റെയിൽവേയിൽ ഗ്രൂപ്പ് ഡി പ്രകാരം ഫില്ല് ചെയ്യപ്പെടുന്നത്. അതായത് ഓൾമോസ്റ്റ് 25%. അങ്ങനെ എല്ലാ സോണൽസും അല്ലെങ്കിൽ എല്ലാ RRBസും എടുത്താൽ അവിടെ ടോട്ടൽ വേക്കൻസിയും ഫില്ല് ചെയ്യപ്പെടുന്ന വേക്കൻസിയും എന്ന് പറയുന്നത് ഏകദേശം 25% മാത്രമാണ്. അങ്ങനെ ഓൾ ഇന്ത്യ വേക്കൻസി എന്ന് പറയുന്നത് ഇത്തവണ 32,438 വേക്കൻസികളാണ്. അപ്പൊ നമുക്കറിയാം എല്ലാ കാറ്റഗറിയിൽ നിന്നും 25% വീതം ഫില്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് 32,000 കിട്ടുന്നത്. അപ്പോൾ ഇത് വെറും 4/1 മാത്രമാണ്. അപ്പൊ ആക്ച്വൽ വേക്കൻസി ഏകദേശം 1.2 ലക്ഷത്തോളമാണ് ആക്ച്വൽ വേക്കൻസി ആയിട്ട് കിടക്കുന്നത്. RTI പ്രകാരം വന്നിട്ടുള്ളതും RTI പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയിൽ നിന്ന് പറയുന്നതും 1.2 ലക്ഷത്തോളം വേക്കൻസികൾ ഗ്രൂപ്പ് ഡി പ്രകാരം റെയിൽവേയിൽ ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത്രയും കുറവ് വേക്കൻസി? 2 ചാൻസുകളാണുള്ളത്. ഒന്നുകിൽ എല്ലാ വർഷവും ഗ്രൂപ്പ് ഡി എക്സാം നടത്താം, അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി ഈ മൊത്തം വേക്കൻസികൾ ഫില്ല് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. അല്ലാത്ത പക്ഷം എന്ന് പറയുന്നത് ഇനി എക്സാം നടക്കുന്നതിന് മുമ്പ് വീണ്ടും വേക്കൻസികൾ വർദ്ധിക്കാനുള്ള ഒരു ചാൻസ് നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ബോർഡ് ഹാസ് decided that no recruitment shall be made in categories. അതായത് ഏതൊക്കെ കാറ്റഗറിയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കാത്തത്? ഹോസ്പിറ്റൽ അസിസ്റ്റന്റിലേക്ക് നടത്തുന്നില്ല, അസിസ്റ്റന്റ് ഇൻ ഡിപ്പോ, ജനറൽ അസിസ്റ്റന്റ് കാറ്ററിംഗ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെന്റ് റെയിൽവേ ബോർഡ് നടത്തുന്നില്ല. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് വേക്കൻസികൾ കുറവായിട്ട് കാണപ്പെടുന്നതും എന്നുള്ള രീതിക്കും റെയിൽവേ ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും 2025 RRB ഗ്രൂപ്പ് ഡി എന്ന എക്സാം നടക്കും. അതിലേക്കായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. അതിന്റെ ക്ലാസ്സുകൾ ഗ്രൂപ്പ് ഡി യാത്രാ ബാച്ചിലൂടെ സൈലത്തിൽ അവൈലബിൾ ആണ്. സോ ഇതിന്റെ ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും തന്നെ ഈ ഒരു എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും നമ്മുടെ യാത്രാ ബാച്ചിൽ ജോയിൻ ചെയ്യുക. സൈലത്തോടൊപ്പം ചേർന്ന് തന്നെ 2025 റെയിൽവേ ജോലി എന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാം. So all the best.